എന്തപ്പോ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഇച്ചിരി മഞ്ഞൾ എടുത്തോണ്ട് വരാം. അത് അയ്യേ, മഞ്ഞളോ? അതൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് സോപ്പും വെള്ളം ഇട്ട് കഴുകാം. അത് അങ്ങനെ സാധാരണ ചെയ്യാറ്. സോപ്പും വെള്ളം ഇട്ട് കഴുകാം. വാ. ആ സോപ്പ് ഇട്ട് നല്ലോണം വരച്ചങ്ങോട്ട് കഴിക്കാം. അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെ? നായയുടെ കടിയേറ്റാൽ ഉടൻ തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് 15 മിനിറ്റ് നല്ലോണം കഴുകിയ ശേഷം അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചേർന്ന് വാക്സിൻ എടുക്കേണ്ടതാണ്. ആന്റി റാബീസ് വാക്സിൻ 2 തരത്തിലാണുള്ളത്. ഒന്നാമത്തേത് ഇൻട്രാഡെർമൽ വാക്സിൻ അഥവാ തൊലിയുടെ അടിയിൽ എടുക്കുന്ന വാക്സിൻ. അത് 2 സ്ഥലത്താണ് എടുക്കുക. 4 ഡോസുകളായി 0.1 ml ആണ് എടുക്കുക. 4 ദിവസങ്ങളിലായിട്ടാണ് ഈ വാക്സിൻ എടുക്കുന്നത്. 0, 3, 7, 28 എന്നീ ദിവസങ്ങളിലായിട്ടാണ് ഈ വാക്സിനുകൾ എടുക്കുന്നത്. അതായത് നായയുടെ കടിയേറ്റ ദിവസം, പിന്നെ 3-ാമത്തെ ദിവസം, പിന്നെ 7-ാമത്തെ ദിവസം, പിന്നെ 28-ാമത്തെ ദിവസം, ഇങ്ങനെ 4 ദിവസങ്ങളിലായിട്ടാണ് ഈ വാക്സിൻ എടുക്കുന്നത്. രണ്ടാമത്തേത് ഇൻട്രാമസ്കുലാർ വാക്സിൻ. 0.5 ml വീതം 5 ഡോസുകളിലായാണ് എടുക്കുന്നത്. ഇത് എടുക്കേണ്ടത് 0, 3, 7, 14, 28 എന്നീ ദിവസങ്ങളിലായിട്ടാണ്. അതായത് നായയുടെ കടിയേറ്റ ദിവസം, പിന്നെ 3-ാമത്തെ ദിവസം, പിന്നെ 7-ാമത്തെ ദിവസം, പിന്നെ 14-ാമത്തെ ദിവസം, പിന്നെ 28-ാമത്തെ ദിവസം, ഇങ്ങനെയാണ് വാക്സിൻ എടുക്കേണ്ടത്. മുറിവുകൾ 3 തരത്തിലാണ്. കാറ്റഗറി 1 നായയുടെ സ്രവമേൽക്കുകയോ നായ നക്കുകയോ ചെയ്താൽ പ്രത്യേകിച്ച് വാക്സിൻ എടുക്കേണ്ട ആവശ്യകത ഇല്ല. കാറ്റഗറി 2 തൊലിപ്പുറത്ത് നേർത്ത മുറിവുകൾ, പക്ഷെ രക്തം പുറത്തു വന്നിട്ടില്ല, അപ്പോൾ വാക്സിൻ എടുക്കേണ്ടതാണ്. കാറ്റഗറി 3 ആഴത്തിലുള്ള രക്തം പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള മുറിവുകൾ, അപ്പോൾ വാക്സിനോടൊപ്പം ഇമ്മ്യൂണോഗ്ലോബുലിനും എടുക്കേണ്ടതാണ്. റാബീസ് ഒരു അപകടകരമായ രോഗമാണ്. ഒരിക്കൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ പിന്നെ മരുന്നൊന്നും ഫലം ചെയ്യില്ല. നായയുടെ കടിയേറ്റാൽ ഉടൻ തന്നെ 15 മിനിറ്റ് സോപ്പും വെള്ളവും കൊണ്ട് കഴുകേണ്ടതാണ്. ശേഷം ആശുപത്രിയിൽ എത്തിയതിന്റെ ശേഷം വാക്സിൻ എടുക്കേണ്ടതാണ്. റാബീസ് രോഗങ്ങൾ എങ്ങനെ തടയാം? വളർത്തുമൃഗങ്ങൾക്ക് എല്ലാ വർഷവും വാക്സിൻ എടുക്കുക. മൃഗങ്ങളെ വളർത്തുന്നതിനോടൊപ്പം തന്നെ അവയെ സ്നേഹിക്കുകയും അവയുടെ വാക്സിനേഷൻ എടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഒരിക്കൽ കടിയേറ്റാൽ റേബീസിൽ നിന്ന് മുക്തമാകുക വളരെ ബുദ്ധിമുട്ടായതിനാൽ തന്നെ കടിയേറ്റ ഉടനെ തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലെത്തി ചികിത്സ തേടുകയും വാക്സിനേഷൻ എടുക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. റേബീസ് ഇല്ലാത്ത ഒരു രോഗം സൃഷ്ടിക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം.